ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ വ്ളോഗുകളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ 5:20 നമുക്കിനി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറാം. ഇന്ന് ചേച്ചിയുടെ വീടിൻ്റെ കട്ടളപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതും കൂടി ആഡ് ചെയ്ത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ആദ്യം തന്നെ ഞാൻ അരി അടപ്പയിടാനായിട്ടുള്ള വെള്ളം അങ്ങ് അടപ്പയിലിട്ട് വെച്ച് തീ അങ്ങ് നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് വെളിയിൽ വെക്കാനുണ്ടായിരുന്നു. ദോശമാവും അതുപോലെ എനിക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. കക്ക ഞാൻ തലേന്ന് തന്നെ വേവിച്ച് നുള്ളിപ്പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എളുപ്പമാവുമല്ലോ എന്ന് കരുതി. അതുപോലെ തന്നെ ഈ കക്കയ്ക്കകത്ത് എപ്പോഴായാലും സവാളയ്ക്കായും നല്ലത് കൊച്ചുള്ളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ ഇരുന്ന് ആ കൊച്ചുള്ളി മൊത്തം വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമാക്കി എടുക്കണമല്ലോ. അപ്പോൾ രാവിലെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലോട്ട് വെച്ചിട്ട് കുറച്ച് സാമ്പാറിനുള്ള പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ചു. ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റെസിപ്പീസൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാം കുറേശ്ശെ അതേപോലെ എല്ലാം കുറേശ്ശെ ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു അതിൻ്റേതായ ഒരു പ്രശ്നം എനിക്കുണ്ട്. കാരണം എനിക്ക് എങ്ങനെ എടുക്കണം, എങ്ങനെ വെക്കണം, എങ്ങനെ ആക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ട്. തലേന്ന് ഞാൻ പ്ലാൻ ചെയ്താണ് കിടന്നത്, ഇന്ന് വീഡിയോ എടുക്കണം, കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ മടിച്ചതാണ്, എടുക്കാൻ വയ്യാതെ ഇരുന്നത്. ഞാൻ കറക്റ്റ് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിൽ കയറാനായിട്ട് വന്നു. പിന്നെയും ഞാനങ്ങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് സമയം 5:25 വരെ ഞാൻ അവിടെ നിന്നു. പിന്നീട് എന്തായാലും എഴുന്നേറ്റു, എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു മടി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര എന്ന് പറഞ്ഞാലും നമുക്കൊരു കാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ ഇനി വീഡിയോസ് എല്ലാം നല്ല രീതിയിലാക്കി എടുക്കണം. എനിക്ക് കുറച്ച് മടി പറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഉത്സവം, അതുപോലെ ചേച്ചിയുടെ മോടെ പ്രോഗ്രാമുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്കതിന് സമയം കിട്ടുന്നില്ല. ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ നോക്കണം, അത് നമ്മൾ വെക്കുന്ന രീതിയിൽ പൊസിഷനിൽ മാറ്റി വെക്കണം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാവധാനം ഒരു രീതിയിൽ ചെയ്യാവുന്ന സമയമുള്ളപ്പോൾ മാത്രമേ വീഡിയോ ഞാൻ എടുക്കാറുള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായതുകൊണ്ടും എനിക്ക് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ലൈവ് പോകാനോ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒരു ചെറിയ ഷോർട്സ്, റീൽസ് എടുക്കും, ഞാനത് അപ്ലോഡ് ചെയ്യും. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് മാത്രം ഞാൻ എല്ലാ ദിവസവും റീൽസ് എടുത്ത് ഞാനങ്ങ് പോവുകയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് വ്ളോഗുകൾ കൂടുതൽ ഉൾപ്പെടുത്തണം. ഷോർട്സായിട്ടും വ്ളോഗുകൾ നമ്മുടെ ഡേ എങ്ങനെയാണോ അത് ഷോർട്സ് ആക്കി ഇടണം. അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഡെയിലി അങ്ങനെ പോകണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നടക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കൂടെ പല കാര്യങ്ങളും കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാറിനുള്ള പരിപാടികൾ നോക്കി. സാമ്പാറിന് കുറച്ച് പരിപ്പും പച്ചക്കറികൾ, അത്യാവശ്യം പച്ചക്കറികളെല്ലാം കൂടി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇന്നലെ കടയിൽ പോയി വാങ്ങിച്ചിരുന്നു. അതെല്ലാം ഒന്നും എടുത്തു വെക്കാനോ കൊണ്ടുവെക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടില്ല. കാരണം ഞാൻ സന്ധ്യയ്ക്കാണ് ഞാൻ എല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നത്. ആ ഒരു തക്കത്തിന് പിന്നെ ഞാൻ അതേപോലെ അങ്ങ് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു മടി എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് ദിവസമായി നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്നും ക്ലീൻ ചെയ്യും, തുടയ്ക്കും, തൂക്കും എന്നുള്ള കാര്യമല്ലാതെ ഡീപ്പ് ക്ലീനിങ് കുറച്ചായി. എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്നവർക്കറിയാം, ഞാൻ ആദ്യം ഫുൾ ക്ലീനിങ് വീടിൻ്റെ ഒരു മുക്കിലും മൂലയില്ലാതെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്യുമായിരുന്നു.
അപ്പോൾ എൻ്റെ എങ്ങനെയൊന്ന് പോയാലും ഒരു പൊടി പോലും എൻ്റെ വീട്ടിൽ കാണില്ലായിരുന്നു. അതേപോലെ ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു. അത് ഞാൻ വീഡിയോസ് ആക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് വീഡിയോസ് എടുക്കുന്നതിലെല്ലാം മടിയോ ഒന്നുമില്ലാത്ത സമയത്താണ് അങ്ങനെ. പക്ഷേ ഇപ്പോൾ മടി പിടിച്ച് അതുപോലെ ഇങ്ങനെയുള്ള ഓരോ ഓട്ടങ്ങൾ, ഓരോ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള ഓരോരോ ഓട്ടവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും പറ്റാത്തത് കൊണ്ട് ക്ലീനിങ് ഒരു മൂലയിൽ തന്നെ കിടക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര പൊടിയായിരുന്നു അതിൻ്റെ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പൊടി പിന്നെയും വരികയാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതേപോലെ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് കുറേശ്ശെ എല്ലാം ഒരുമിച്ച് പറ്റത്തില്ല. ഓരോ റൂമും ഓരോ ദിവസമായിട്ട് ക്ലീൻ ചെയ്ത് പോകാം എന്ന് ഞാനിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഷോർട്സിലൂടെ ഞാൻ ഒന്ന് കാണിച്ചിരിക്കും കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴായാലും ആ ഒരു ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ സാമ്പാർ സെറ്റായിട്ടുണ്ട്. സാമ്പാറിൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു സാമ്പാറിൽ വെണ്ടയ്ക്ക മൂപ്പിച്ചിടണമെന്ന്. പക്ഷേ എനിക്ക് വെണ്ടയ്ക്ക കഴിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വെണ്ടയ്ക്ക മൂപ്പിച്ചിടാത്തത്. പക്ഷേ ആ ചേച്ചിയുടെ വാക്ക് കേൾക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മൂപ്പിച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക മൂപ്പിച്ചത് നമ്മൾ ദോശയ്ക്കോ അല്ലെങ്കിൽ ചോറിനോ ഞാൻ ഈ സാമ്പാർ എടുക്കുമ്പോൾ അത് മാത്രം മാറ്റി വെക്കും. എന്നാലും എനിക്ക് ആ ചേച്ചി പറഞ്ഞു തന്നതിൻ്റെ പേരിൽ ഞാൻ വെണ്ടയ്ക്ക മൂപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള പരുവങ്ങളെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കക്കയും കൂടി അതിൻ്റെ കൂടെ തന്നെ കക്ക തോരനും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കക്കയ്ക്ക് ആദ്യം കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കക്ക നല്ലതുപോലെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് കക്ക അതിനകത്തേക്ക് ഇടുക. ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ കുരുമുളക് പൊടി. ആ കക്കയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ് കുരുമുളക് പൊടി. കുരുമുളകില്ലെങ്കിൽ എൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മുടെ തോരൻ്റെ പരുവത്തിലൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഇത് വാടി വന്നതിനകത്തേക്ക് ആ അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കക്കാത്തോരൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കക്കയ്ക്ക് എന്തോ ഉപ്പിൻ്റെ ഒരു ഇച്ചിരി കുറവുണ്ട്. കക്കയ്ക്ക് ഉപ്പ് കുറവുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത്. കക്കയ്ക്കൊരു ടേസ്റ്റ് കുറവ്. കക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലേ നമ്മൾ വെക്കുന്ന കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. തോരനായാലും ടേസ്റ്റ് വരത്തുള്ളൂ. ചില സമയത്ത് കക്ക വാങ്ങിക്കുമ്പോൾ കക്കയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. ഇത് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും എന്തോ ഒരു കക്ക ഇറച്ചിക്കൊരു ടേസ്റ്റ് വന്നില്ല. എങ്കിലും തോരൻ നമുക്ക് ആവശ്യാനുസരണം എല്ലാം ചേർത്ത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കക്ക കഴിക്കാൻ പറ്റും. പക്ഷേ ഈ കക്കയ്ക്ക് ഒരു സീസണുണ്ട്. ആ സീസൺ സമയത്ത് കക്ക വാങ്ങിക്കുകയെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കക്കാത്തോരൻ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണാണോ എന്നെനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ കിട്ടിയപ്പോൾ ഒരുപാട് നാളായി ഞാൻ മേടിച്ചിട്ട്, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചു എന്നേ ഉള്ളേ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സാമ്പാറും കക്കാത്തോരനും ആക്കിയിട്ട് ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കാൻ പോയില്ല. കാരണം ഇത് തന്നെ ധാരാളമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇത്രയൊന്ന് പെട്ടെന്ന് തന്നെ കഴുകി മാറ്റണമല്ലോ. കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ജോലിയെല്ലാം തീരുന്നു. അടുക്കള ക്ലീനായി കിടക്കുന്ന കാണാനല്ലേ ഒരു രസമുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇന്നത്തേക്കുള്ള ദോശമാവ് ഞാൻ കുറച്ച് വേറെ പാത്രത്തിനകത്താക്കി അതിനകത്ത് ഉപ്പ് ഇട്ട് ഇളക്കി അടച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അത് നാളത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ട് സമാധാനമായിട്ട് നമുക്ക് ദോശയെന്ന് പറയുന്നത് ദോശ എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ദോശയ്ക്ക് എപ്പോഴാണോ ദോശ ചുടേണ്ടത് ആ രീതിയിൽ ഞാൻ ദോശ ചുട്ടെടുക്കാം എന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ എന്നാൽ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ ഒരു ക്ലീനിങ് അങ്ങ് നടത്തിയേക്കാം, ഒന്ന് തൂത്ത് വാരിയിടാൻ. അപ്പം തലേന്ന് രാത്രി തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയോ കാര്യങ്ങളോ വൃത്തികേടുകളോ ഒന്നുമില്ല കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ ഒരു ചിലന്തിയെ കണ്ടു, അതിനെയാണ് ഞാൻ അടിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ വൃത്തികേടായിട്ട് തറയ്ക്ക് തുടച്ചെടുക്കണം. ഇപ്പോൾ തുടയ്ക്കണം, അത്യാവശ്യമായിട്ട് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈകിട്ട് തുടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുടയ്ക്കുന്നില്ല, തൂത്ത് വൃത്തിയാക്കുന്നതേ ഉള്ളേ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെറ്റിയിൽ
സെറ്റിയിലെ തുണി ഒരു ദിവസം പോലും കറക്റ്റായിട്ട് ആ സെറ്റിയിൽ കിടക്കാറില്ല. ഇന്നലെ രാത്രി തലേന്ന് രാത്രി മക്കൾ രണ്ടുപേരും അവിടെ ഇരുന്നാണ് എഴുതാനുള്ളതും പഠിക്കാനുള്ളതും എല്ലാം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെറ്റിയിലെ തുണികൾ മൊത്തം എടുത്ത് മാറ്റിയിട്ടിട്ടാണ് ഇത് ഇരിക്കുന്നതിനനുസരിച്ച് സെറ്റിൽ നിന്ന് തുണി മാറുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെടുത്ത് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ടേ ഇവരവിടെ ഇരുന്ന് പഠിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ച ബുക്കുകളും അതേപോലെ സെറ്റിയിൽ ഇട്ടിരുന്ന തുണികളും എല്ലാം മാറിക്കിടന്നതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടു. എപ്പോഴായാലും ഹാള് വൃത്തിയാക്കി ഇട്ടേക്കേണ്ടതാണല്ലോ. അതിനുശേഷം എൻ്റെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി ദോശ ചുടൽ, ചായ ഇടൽ, ആ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചോട്ടെ. ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് നല്ല വിശാലമായിട്ടൊരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. സംസാരിച്ചതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൊച്ചുങ്ങളുടെ കൂടെ കുറച്ച് നേരം ഞാൻ ആ മുറിയിൽ പോയി ഒന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചുണർത്തി അവരെ കുളിക്കാനായിട്ട് റെഡിയാകാൻ, സ്കൂളിൽ പോകണ്ട, അതിന് റെഡിയാകാനായിട്ട് ഞാനങ്ങ് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാനങ്ങ് വിട്ടു. പിന്നീട് ഞാൻ നേരെ വന്ന് ദോശ ചുടുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ദോശ ചുട്ട് വെക്കാമെങ്കിൽ അവർ കുളിച്ച് വരുമ്പോൾ തന്നെ ദോശ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ടേ. അങ്ങനെ വിച്ചുവിനുള്ള ദോശ ചുട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിയുടെ ഊഴമാണ്. ഉണ്ണിക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കലാവിരുതുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ണിക്കുള്ള ദോശ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ രീതിയിലുള്ള ദോശ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഓരോരോ അഭിപ്രായങ്ങൾ പറയാം, ഓരോരോ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ അതൊരു ഒരു പാടാണല്ലോ. പിന്നീട് ചുട്ടെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ തോനെയൊന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അവനുള്ള ആനദോശ ഉണ്ടാക്കി വെച്ചു. അവന് ആനദോശയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയാണ്. അതിൽ കക്കാത്തോരനും സാമ്പാറും ഉള്ള കുശാല. അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ സാമ്പാർ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഞാനും എൻ്റെ മക്കളും മാത്രമാണ്. ഇവിടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ആരും ഈ സാമ്പാർ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാറില്ല. നമ്മുടെ സദ്യ ഒരുക്കുന്ന സമയത്ത് മാത്രമേ സാമ്പാർ അതിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കാറുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായത് കൊണ്ടാണ് ഞാൻ ഈ സാമ്പാർ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ സ്ഥിരം മീൻകറി, സ്ഥിരം മീൻ ഇല്ലാത്തൊരു ദിവസവും ഇല്ല. അതുപോലെ നമ്മുടെ കൊല്ലം സൈഡിൽ എല്ലാവർക്കും പൊതുവേ അങ്ങനെ ആയിരിക്കും. അപ്പോൾ മീൻകറി എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ തോരൻ, അവിയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കുട്ടികളെ 2 സ്കൂളിൽ വിട്ട വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു ജഗ പുകയാണ്. അപ്പോൾ അവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കി, ഒരാൾ വണ്ടിയിൽ പോയി, ഒരാളെ ഞാൻ പിന്നെ സ്കൂളിലാക്കിയതിന് ശേഷം ഞാൻ നേരെ ഒരുങ്ങി. ഞങ്ങളുടെ ചേച്ചിയുടെ വീട് പണി നടക്കുന്ന കാര്യം എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ കട്ടളവെപ്പ് ഇന്നായിരുന്നു. അപ്പോൾ കുറ്റിയടിയും കല്ലുടിയിലും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ടളവെപ്പാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങിലേക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ കട്ടളവെപ്പും നല്ല ഗംഭീരമായിട്ട് തന്നെ നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ നടന്നു. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. കട്ടളവെപ്പും കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ വീട്ടിൽ വന്നു. പിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാനോ നിന്നില്ല. കാരണം പിന്നെ അങ്ങനെ വീഡിയോസ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വൈകിട്ട് മുതലാണല്ലോ അടുത്ത ജോലികൾ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെ ഞാൻ ഒതുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ പുതിയ ഘട്ടങ്ങളിലെ വീഡിയോസിൽ ഉൾപ്പെടുത്തി ഞാൻ വീണ്ടും വരും. അപ്പോൾ ചേച്ചിയുടെ വീട് പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും ഒരു തടസ്സങ്ങളും ഇല്ലാതിരിക്കാനും നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുവിധ ആൾക്കാരെ എല്ലാവരെയും നമ്മൾ ആഡ് ചെയ്താണ് നമ്മളിന്ന് കട്ടളവെപ്പ് നടത്തിയത്. അത്യാവശ്യം കുറച്ച് പേര് നമുക്ക് ഇന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിയെടുത്ത് സമാധാനമായിട്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മഴ പെയ്തതും എടുത്തതുമല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് നമ്മൾ ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ ചെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. എങ്കിലും ഒരു തടസ്സങ്ങളും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഞാൻ ഈ ലോങ് വീഡിയോസ് കൂടുതലായിട്ട് ഞാൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. റീൽസ് മാത്രമല്ല, ഞാൻ അല്ലാതെ നമ്മുടെ ലൈഫ് മൊത്തം
ഓരോ ഘട്ടങ്ങളും ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്തെന്നുള്ളതെല്ലാം ഞാൻ ഷോർട്സിലൂടെ അറിയിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കട്ടളവെപ്പൊക്കെ എല്ലാവരും സമാധാനമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനതൊന്നും സ്പീഡ് കൂട്ടിയിടാതെ സാധാ രീതിയിൽ തന്നെയാണ് ഞാൻ കട്ടളവെപ്പിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒത്തിരി സ്പീഡ് കൂട്ടി ഞാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും കട്ടളവെപ്പൊക്കെ കണ്ടിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഒത്തിരി വട്ടം ആയില്ല. അപ്പോൾ